ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസനെ കുറിച്ച് നാം ഏവരും കേട്ടിട്ടുണ്ടാകും. വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അനേകായിരം കണ്ടുപിടുത്തം ലോകത്തിന് സമ്മാനിച്ച അതിവിദഗ്ധനും അതിശ്രേഷ്ഠനും ലോക പ്രശസ്തനുമായ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഒരു സമ്മേളനം, ഒരു കൂടിയൊരുവ് നടത്തി. ആ സമയത്ത് അവിടെ മദ്യം വിളമ്പുന്നുണ്ടായിരുന്നു, വലിയ വിശിഷ്ട വിഭവങ്ങളെല്ലാം വിളമ്പുന്നുണ്ടായിരുന്നു, പലരും മദ്യപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ തോമസ് ആൽവ എഡിസനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇതൊരല്പം ഒന്ന് കമ്പനിക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യേ, അങ്ങനെയൊന്നും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, സാരമില്ല, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരല്പം ടേസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അവർ വളരെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം മദ്യപിച്ചില്ലെന്ന് മാത്രമല്ല, ആ മദ്യത്തിന്റെ സാഹചര്യത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുവാൻ വേണ്ടി ആ മീറ്റിംഗിൽ അദ്ദേഹം ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, മദ്യം ഒരിക്കലും തൊടുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളായിരുന്നു തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം ഇതൊരു വെല്ലുവിളിയായി, ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് അദ്ദേഹം ആ സുഹൃത്തുക്കളുടെ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയതിനു ശേഷം അദ്ദേഹം എഴുതി വെച്ചു, എന്താണ്, എൻ്റെ തലച്ചോറ് നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ. ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചതാണ്. അതിൻ്റെ ശക്തി കൂട്ടുവാനാണ് ഞാൻ ഓരോ ദിവസവും പരിശ്രമിക്കേണ്ടത്. അതിൻ്റെ ശക്തി കുറയ്ക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല. അതെൻ്റെ ശത്രുവാണ്. ഈ മദ്യം എൻ്റെ ശത്രുവാണ്, എന്നെ നശിപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം പിൽക്കാലത്ത് എഴുതി വെച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒരപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെയാണ് അന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ സമ്മേളനത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് ഓടിയതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും പലതിനും അഡിക്റ്റഡ് ആണ്. ചിലര് മദ്യത്തിന് അടിമകളാണ്, ചിലര് കഞ്ചാവിന് അടിമകളാണ്, ചിലര് പുകവലിക്ക് അടിമകളാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന്റെ അടിമയാണെന്ന്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നാം പറയും, അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എത്രയോ വർഷങ്ങളായി, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എത്ര വർഷങ്ങളായി, അങ്ങനെ ലോകത്തിലുള്ള അനേകം രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇന്നും ഞാൻ പറയട്ടെ, ഇന്ന് പലരും അടിമത്വത്തിലാണ്. എന്താണ് അടിമത്വം? ഏത് കാര്യത്തിലാണോ ഒരു മനുഷ്യൻ തോൽക്കുന്നത് അതിനെല്ലാം അവൻ അടിമയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മദ്യപാനത്തിന് ഒരാൾ അഡിക്റ്റഡ് ആണെങ്കിൽ അവൻ മദ്യത്തിന്റെ അടിമയാണ്. വ്യഭിചാരാസക്തിക്ക് ഒരാൾ അടിമയാണെങ്കിൽ അവൻ വ്യഭിചാരത്തിന്റെ അടിമയാണ്. ഈ ലോകമോഹത്തിന്റെ ആസക്തിക്ക് അടിമയാണ് ഒരുത്തനെങ്കിൽ, ഒരാൾ കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ അത് അതിന്റെ അടിമയാണ്. നിരന്തരമായി കോപത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾ കോപത്തിന്റെ അടിമയാണ്. ഇങ്ങനെ ഓരോന്നും ഭക്ഷണത്തിന് അടിമകളായിട്ടുള്ളവരുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും അവർക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയാൽ അത്ര താല്പര്യമില്ല. നല്ല ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കി വെച്ചാലും അത് പോരാ, രുചി പോരാ. കാരണം അജിനോമോട്ടോ പോലെയുള്ളതായ ശരീരത്തിന് ദോഷം വരുത്തുന്ന, രുചി ഉണ്ടാക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ ചേർത്താലേ ചിലർക്ക് ഇഷ്ടപ്പെടൂ. അതൊരു അഡിക്ഷനാണ്. നിന്റെ കുടുംബത്തിലെ അനേകം അംഗങ്ങൾക്ക് ഒരു നേരം കഴിക്കാവുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വരുന്ന വിലയല്ലേ നീ ഒരാൾ ഒരു നേരം കഴിക്കാൻ ഹോട്ടലിൽ കൊണ്ടുപോയി ചിലവഴിക്കുന്നത്? ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുണ്ട്, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം, വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ. ദൈവ പൈതലേ, നീ ഭക്ഷണത്തിന് അടിമയായി പോകരുത്. ചിലര് കാറുകൾക്ക് അടിമയാണ്. ഇന്ന കാറ്, ഇന്നത്. എന്തിനു പറയരേ, നമുക്ക് യാത്ര ചെയ്യാൻ ഒരു കാറ് വേണം. നിങ്ങൾക്കറിയാമോ, ഞാൻ 15 വർഷം ഒരു വാഹനം ഉപയോഗിച്ചിട്ടാണ് പിന്നീട് വിറ്റത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാഹനം ഏതാണ്ട് 16 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ഉപയോഗിക്കുകയാണ്. എൻ്റെ ചിന്ത, ഉപയോഗിക്കാൻ ഒരു വാഹനം വേണം. പക്ഷേ അങ്ങനെ എനിക്ക് ചിന്തയുണ്ടായിരുന്ന എനിക്ക് എൻ്റെ കർത്താവ്, ഞാനൊരു വാഹനം പോയി കാണാതെ, ഒരു വാഹനത്തിന് ലോൺ അപ്ലൈ ചെയ്യാതെ, അതിൻ്റെ കളറ് സെലക്ട് ചെയ്യാതെ, അതിൻ്റെ മോഡല് സെലക്ട് ചെയ്യാതെ, ഒരു ദിവസം ശനിയാഴ്ച ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പോയി ഒരു വാഹനം എടുക്കണം. അതിൻ്റെ മോഡൽ റെഡി, കളർ റെഡി, ലോൺ റെഡി, എല്ലാം റെഡി. ഞാൻ തന്നെ മുഴുവൻ ലോൺ അടയ്ക്കണം. പക്ഷേ
അങ്ങനെ ഒരു വലിയ സാഹചര്യം ദൈവം തന്നു. മനോഹരമായ, നല്ല മോഡേൺ ആയിട്ടുള്ള എല്ലാ യാത്രാ ക്രമീകരണങ്ങളുള്ള നല്ല സേഫ് ആയിട്ടുള്ള ഒരു വാഹനം കർത്താവ് എനിക്ക് തന്നു എന്ന് ഞാൻ പറയും. ഞാൻ ഇന്നും അതിന്റെ ലോൺ അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞത്, എൻ്റെ പ്രിയരെ, നാം പലതിനോട് ഡിറ്റാച്ച്ഡ് ആകുമ്പോഴാണ് നമുക്ക് കർത്താവ് പലതും തരുന്നത്. കർത്താവെ മതി എന്ന് വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് വലിയ നാമം മൂത്തപ്പെടട്ടെ. ഞങ്ങൾ വീട് പണിതപ്പോൾ 2 നില വീടിനാണ് പ്ലാൻ വരച്ചത്. പക്ഷെ അന്ന് 2 നില വീട് പണിത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അന്ന് ആവശ്യവുമില്ല. അന്ന് ഒരു നിലയിൽ താമസിക്കാനുള്ളവരേ ഉള്ളൂ. ഞാനും എൻ്റെ മാതാപിതാക്കളും ഞാനും എൻ്റെ ഭാര്യയും കൊച്ചു കുട്ടികളുമേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണ്. അന്ന് അവർ കുഞ്ഞുങ്ങളാണ്. അവർ മാതാപിതാക്കളായ ഞങ്ങളുടെ പരിചരണയിൽ സ്നേഹം അനുഭവിച്ച് ഞങ്ങളുടെ കൂടെ ആ താഴ്ത്ത നിലയിൽ തന്നെ കിടക്കണം. ഞങ്ങൾ അതിൻ്റെ ഒറ്റ നിലയെ പണിതുള്ളൂ. 2 നിലയ്ക്ക് പ്ലാൻ വരച്ചു. പിന്നീട് ഏതാണ്ട് 15 വർഷങ്ങൾക്ക് ശേഷമാണ് 2ാമത്തെ നില പണിതത്. കാരണം അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ വലുതായി, ആവശ്യമായി. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം തികഞ്ഞുവെന്നല്ല. ദൈവത്തിന് സ്തോത്രം. നാം ഓരോന്നും പ്രാർത്ഥിച്ചു വേണം ചെയ്യാൻ. ഞങ്ങളുടെ 3 ആൺകുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങള് ഗർഭസ്ഥ ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ ഞാനും എൻ്റെ പ്രിയ ഭാര്യയും കൈകോർത്തു പിടിച്ച് ആ കുഞ്ഞുങ്ങളെ കർത്താവിന് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവര് തക്ക സമയം വന്നപ്പോൾ ഞാൻ പറയാം, അവർ കർത്താവിന് വേണ്ടി തന്നെ ജീവിതം കൊടുത്തു, ജീവിതം സമർപ്പിച്ചു. ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ല. അവർ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ ആത്മീയമായി താല്പര്യത്തോടെ, ദൈവവേലയോടുള്ള താല്പര്യത്തോടെ അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ മക്കളുടെ വിവാഹം ഞങ്ങൾ ഇത്രയേ ആഗ്രഹിച്ചുള്ളൂ. കർത്താവെ, ഈ ഭൂമിയിലെ സമ്പത്തോ, ഈ ഭൂമിയിലെ സൗന്ദര്യമോ, ഈ ഭൂമിയിലെ കുടുംബമഹിമയോ അല്ല ഞങ്ങൾ നോക്കുന്നത്. യേശു ക്രിസ്തു ജീവിതത്തിലുള്ള, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാര്യമാരായി കൊടുക്കണം. ഞങ്ങളുടെ മൂത്ത മകനെ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ളൂ. കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഏതാണ്ട് 3.5 വർഷം കഴിഞ്ഞു ഞങ്ങളുടെ മോൻ വിവാഹം കഴിച്ചിട്ട്. നാളിതുവരെ ആ കുടുംബത്തിൽ എത്ര സ്വത്തുണ്ടെന്നോ, ആ കുടുംബത്തിന് എത്ര വരുമാനമുണ്ടെന്നോ ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല. എന്തുകൊണ്ട്? ക്രിസ്തുവാണ് വിലപ്പെട്ടവൻ. നാം ഒന്നിനും അടിമപ്പെട്ടു പോകരുത്. സ്ത്രീധനത്തിന് അടിമപ്പെട്ടു പോകരുത്. അതേ വിശ്വാസമൊക്കെ പറയും, ആത്മീയമൊക്കെ പറയും, പ്രസംഗമൊക്കെ പറയും. സ്വന്തം മക്കളുടെ വിവാഹം വരുമ്പോൾ ഇത്ര രൂപ വേണം, ഇത്ര ലക്ഷം വേണം, ഇന്നത് വേണമെന്ന് കടുംപിടുത്തം പിടിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവര് സ്വത്തിനടിമയാണ്, സമ്പത്തിനടിമയാണ്. ദ്രവ്യാഗ്രഹമാണ് അവരുടെ ഹൃദയത്തിൽ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. അതിന്റെ ശേഷം അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പോർ പൊരുതിക്കൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നാം പിടിക്കേണ്ടത് നിത്യജീവനാണ്. പറഞ്ഞാൽ പോലെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, എൻ്റെ ഭാര്യ അനേകം സദസ്സുകളിൽ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ല. അന്ന് ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാലിയുടെ അപ്പച്ചന് വെറും 750 രൂപയുടെ ഒരു സാരി മാത്രമേ വാങ്ങിച്ചു കൊടുക്കാൻ മാർഗമുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കൃപയാൽ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കൃപയാൽ കർത്താവ് ഉള്ളിൽ ആലോചന തന്ന് എല്ലാം ക്രമീകരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. മനോഹരമായി ഞങ്ങളുടെ വിവാഹം നടന്നു. അനേക ദൈവമക്കളുടെ, വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം നടന്നു. 30 വർഷം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഒരു മനസ്സായി ഞങ്ങൾ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ വിവാഹം കഴിഞ്ഞ ഭവനത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലുള്ളവര് എങ്ങനെ അവരെ കരയേറ്റിക്കൊണ്ടുവരണം. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഭാര്യയുടെ അനിയത്തി ആ മോൾക്ക് എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് ജോലി വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ ഭാര്യയുടെ മൂത്ത ബ്രദറിനും ഇളയ ബ്രദറിനും അവർക്ക് 2 പേർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് എൻ്റെ ആഗ്രഹം ആ വീടൊന്ന് പുതുക്കി പണിയണം, അവിടെ ടോയ്ലറ്റ് പണിയണം. അപ്പച്ചനുമായി സംസാരിച്ചു. പിന്നീട് അവിടെ മനോഹരമായി വീട് പണിതു. എൻ്റെ ഭാര്യയുടെ വീട് ഏതാണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും 1.25 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. ഞങ്ങൾ 2 പേരും ആഗ്രഹിച്ചു, അപ്പച്ചനും അമ്മച്ചിയും ബ്രദേഴ്സ് എല്ലാം, ഞങ്ങൾ പാർക്കുന്ന ദേശത്തേക്കൊന്ന് വരണമെന്ന്. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഭാര്യയുടെ സഹോദരങ്ങളുടെ വിവാഹം നടക്കണമെന്ന്.
ഒറ്റ പന്തലിൽ 2 വിവാഹവും നടന്നു. എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹം നടക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവേദലിനെ, കേന്ദ്ര സർക്കാരിൽ ജോലി ചെയ്യുന്ന ഒരു ദൈവവേദലിനെ ഞങ്ങളുടെ അനുജത്തിക്ക് ഭാര്യയായി കൊടുത്തു. ഞാൻ പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് തന്നില്ല എന്നുള്ളതല്ല, അങ്ങോട്ട് എന്തെല്ലാം ചെയ്യാം. ഇപ്പോഴിതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത ഒരു 1.5-2 കിലോമീറ്റർ അകലെ 2 മനോഹരമായി വീട് പണിത് ഞങ്ങളുടെ ബ്രദേഴ്സ് 2 പേരും, എൻ്റെ ഭാര്യയുടെ ബ്രദേഴ്സ് 2 പേരും അവിടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. ഞാൻ സന്തോഷവാനാണ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് എൻ്റെ കർത്താവ് പഠിപ്പിച്ചു. ഹല്ലേലൂയ. കിട്ടുന്നതിനേക്കാൾ ഭാഗ്യമാണ് കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് കർത്താവ് കൊണ്ട് തരുന്നത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. എൻ്റെ അർഹതയ്ക്ക് ഉപരിയായി, എൻ്റെ യോഗ്യതയ്ക്ക് ഉപരിയായി, എൻ്റെ ഒരു കാര്യം പോലും മുടക്കം വരാതെ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ തൊട്ട് നടത്തുന്നത് ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ടെൻഷനില്ല. അന്ന് 2020 ഞങ്ങളുടെ 3ാമത്തെ ആൺകുഞ്ഞ്, അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, +2 പരീക്ഷ എഴുതി, അവൻ എൻട്രൻസിന് എക്സാം എഴുതി. അന്ന് കോവിഡിൻ്റെ സമയമാണ് 2020. അന്ന് ഇച്ചിരി ഞെരുക്കത്തിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ആ മോന് ഒരു സാധാരണ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അവന് ഫീസ് അടയ്ക്കാൻ വലിയ തുക വേണം. എങ്ങനെയാണ് ഭാവി അറിയില്ല. ഞാനും എൻ്റെ ഭാര്യയും ആ മോനും പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവൻ എൻട്രൻസ് എക്സാം എഴുതിയത്. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയാൽ നിങ്ങളുടെ കാര്യം സ്വർഗമായിട്ടെടുക്കും. ഞങ്ങളുടെ മോന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അവൻ MBBS അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ അവൻ അവിടെ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് 30,000-ൽ ചില്ലുവാനും രൂപ അവൻ ഓരോ മാസം സ്റ്റൈഫൻഡായി കിട്ടുന്നു. 5.5 വർഷം പഠിച്ചപ്പോൾ ഞാൻ ആകപ്പാടെ അടുത്തത് 6,500 രൂപ ഫീസാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളിൽ ഒന്നായ എയിംസിൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആ മകൻ പഠിക്കാനിടയായി. ഞങ്ങളുടെ നടുവിലത്തെ മോനും MBBS കഴിഞ്ഞു, ഇപ്പോൾ MDക്ക് വേണ്ടി നോക്കുന്നു. എൻ്റെ പ്രിയരെ, ഞാനിതെല്ലാം പറഞ്ഞത് ലോകപ്രകാരം ഒരു ഉയർച്ച കിട്ടിയതല്ല, എൻ്റെ മക്കളുടെ പൊസിഷൻ പറയാനല്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നടത്തുമെന്ന് പറയാനാണ്. ഈ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്നാൽ, നിങ്ങൾക്കറിയാമോ, ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ആദ്യം കിട്ടിയ ശമ്പളം അതിൽ ഭൂരിഭാഗവും കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു. ഞാൻ മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തു. എൻ്റെ ഭാര്യ അന്ന് 560 രൂപയ്ക്ക് ശമ്പളത്തിന് ആദ്യം ശമ്പളം കിട്ടിയത്. അതിൽ 10% മാറ്റി വെച്ചാൽ 56 രൂപയാകും. പക്ഷെ അത് 100 രൂപ മാറ്റി വെച്ചു എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക്. ഒന്നും നഷ്ടമായില്ല. പാവപ്പെട്ട ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു, ആത്മീയമായി അനുഗ്രഹിച്ചു, ഭൗതികമായി അനുഗ്രഹിച്ചു. ഞാനിതെല്ലാം പറയുന്ന അനുഭവത്തിൽ നിന്നാണ്. എൻ്റെ പ്രിയരെ, ജീവനുള്ള ക്രിസ്തുവിനെ മുൻനിർത്തി നിങ്ങൾ ജീവിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിന് മുൻസ്ഥാനം കൊടുത്ത് നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം ഫലവത്തായി തീരും. ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിങ്ങൾക്കും കൊടുക്കാമോ? നിങ്ങളുടെ ജീവിതം യേശുവിന്. നിങ്ങളുടെ പണമൊന്നും യേശുവിന് വേണ്ട പ്രിയരെ. നിങ്ങളെ തന്നെയാണ് യേശുവിന് വേണ്ടത്. നിങ്ങളെ തന്നെ യേശുവിന് കൊടുക്കുക. നിങ്ങളുടെ ഭാവി കൊടുക്കുക, നിങ്ങളുടെ കഴിവുകൾ കൊടുക്കുക, നിങ്ങളുടെ കഴിവുകേടുകൾ കൊടുക്കുക, നിങ്ങളുടെ ബലഹീനതകൾ കൊടുക്കുക. നിങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുത്താൽ യേശു നിങ്ങളെ കരങ്ങളിൽ ഏറ്റുവാങ്ങും. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ മുഖാന്തരം അനേകരെ അനുഗ്രഹിക്കും. അതിന് കർത്താവിന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലുള്ള ജാതികളിലായി നമ്മളിലേക്ക് കർത്താവ് പകർന്നു തന്നിട്ടുണ്ട്. നാം അനുഗ്രഹിക്കപ്പെടണം. എങ്ങനെ? നാം ഒരു ദൈവവേദലായി നിൽക്കണം, ക്രിസ്തുവിന്റെ മകനായി നിൽക്കണം, ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കണം, ക്രിസ്തുവിന്റെ വേലക്കാരായി നിൽക്കണം. ആ വലിയ ആഹ്വാനം നിങ്ങൾക്ക് തന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. പാപത്തിൽ നിന്ന് ഓടുക, പാപത്തിൽ നിന്നും വിജയം നേടുക. ഒന്നിനും അടിമയായി പോകരുത്, ലോകത്തിന്റെ അടിമയായി പോകരുത്. ഒരിക്കൽ അടിമയായിരുന്നുവെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയത് അനുഭവിച്ചുകൊണ്ട്, ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട്, നമുക്ക് സ്വതന്ത്രരായി ക്രിസ്തുവിനെ സ്വാതന്ത്ര്യത്തോടെ ആരാധിച്ചുകൊണ്ട് അവന്റെ മഹത്വമുള്ള വേലയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളോ ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളോട് സംസാരിക്കാം, നിങ്ങളുടെ വേദനയിൽ ഞങ്ങൾ പങ്കുചേർന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാം. കർത്താവിനെ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ.